വെള്ളാരം കുന്ന് ഗ്രാമത്തിന് തൊട്ടടുത്തായിരുന്നു കരിങ്കാട്. സിംഹവും പുലിയുമെല്ലാം വിഹരിച്ചിരുന്ന കാടായിരുന്നു അത്. കാടിനും ഗ്രാമത്തിനും ഇടയ്ക്കുള്ള പുഴ വരെ മാത്രമേ നാട്ടിലെ മൃഗങ്ങൾ പോയിരുന്നുള്ളൂ. ആ പുഴ നീന്തിക്കടക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ കൂട്ടുകാരായ 4 കാളകൾ പുഴയിൽ വെള്ളം കുടിക്കാനെത്തി. ചിമ്പു, നീ എന്താ കാട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്? അക്കരെ നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ടോ? അത് തിന്നാൻ കൊതിയാവുന്നു. ഈ പുഴ നീന്തിക്കിടന്ന് അക്കരയ്ക്ക് പോകുന്നത് അപകടമാണ്. വന്യമൃഗങ്ങൾ ഏത് സമയത്തും ചാടി വീഴാം. ഇപ്പോഴാണെങ്കിൽ കാട്ടാനകൾ കുളിക്കാനിറങ്ങുന്ന സമയമാണ്. നമ്മുടെ ശക്തിക്ക് മുന്നിൽ കാട്ടാനകൾക്കല്ല, സിംഹരാജാവിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നീ ഇപ്പോ വെള്ളം കുടിക്ക്. ആ പോകുന്ന കാളകളെ കണ്ടോ? നല്ല തടിച്ചു കൊഴുത്ത കാളകൾ. ഓരോന്നിനെയായി അങ്ങ് പിടിച്ചു തിന്നണം. അതെ സിംഹരാജാവേ, പക്ഷെ അതിന് യവന്മാർ ഇക്കരയ്ക്ക് വരുന്നില്ലല്ലോ. അതെ അതെ. അതാ ആനകൾ കുളി കഴിഞ്ഞ് കാട്ടിലേക്ക് പോകുന്നു. ഇനി കുഴപ്പമില്ല, വാ നമുക്ക് പുഴ നീന്തിക്കടന്ന് പച്ചപ്പുല്ല് തിന്നാം. ആ ശരി, പക്ഷേ നല്ലപോലെ സൂക്ഷിക്കണം. 2 പേർ പുല്ല് തിന്നുമ്പോ മറ്റു 2 പേർ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം. ഓക്കേ, അപ്പോ റെഡി? 1 2 3. പുഴ നീന്തിക്കടന്ന് കാളകൾ അക്കരെ എത്തി. നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ട് ചിമ്പു ആർത്തിയോടെ അങ്ങോട്ടോടി. ചിമ്പുവും മുത്തുവും പുല്ലു തിന്നുമ്പോൾ കല്ലനും ചിന്നനും ചുറ്റും നിരീക്ഷിച്ചു നിന്നു. ഇതെല്ലാം കണ്ട് സിംഹരാജാവ് പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ കുറുക്കച്ചാരും. തേടിയ വള്ളി കാലി ചുറ്റി കാളകൾ പുഴ കടന്നു വന്നു. ഇന്നൊന്നിനെ പിടിച്ച് ശാപ്പിടാം. അയ്യോ, അതാ സിംഹം വരുന്നു. നമുക്ക് ഓടി രക്ഷപ്പെടാൻ ഇനി സമയമില്ല. എല്ലാവരും റെഡിയായി നിൽക്കാം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അവൻ ഇവിടുന്ന് തുരത്താം. അതെ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ അവൻ പിടിച്ച് തിന്നും. എന്ത് വേണം? ഇവന്മാർ വിചാരിച്ച പോലെയല്ല. കൂട്ടത്തോടെ നിൽക്കുമ്പോ ആക്രമിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ്. തൽക്കാലം തിരിച്ചു പോകാം. സിംഹം പതുക്കെ പിന്തിരിഞ്ഞ് കാട്ടിനകത്തേക്ക് പോയി. പാലും ചുരുട്ടി പുറകെ കുറുക്കൻ. എന്നാലും രാജാവേ, വല്ലാത്ത നാണക്കേടായിപ്പോയി. കാട്ടിലെ രാജാവിനെ നാട്ടിൽ നിന്നും വന്ന 4 കാളകൾ പേടിപ്പിച്ചു. സിംഹരാജാവ് ജീവനും കൊണ്ട് ഓടി. എന്തൊരു നാണക്കേട്! അവന്മാരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവരെ പിടിക്കാൻ എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. എന്തു സൂത്രം? അവർ 4 പേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് അവരുടെ ശക്തി. ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പോയാ പണി പാളും. അതൊക്കെ ശരി തന്നെ. എന്താണ് നിന്റെ സൂത്രമെന്ന് പറ. ഞാൻ ആ കാളകളിൽ ഒരാളെ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇക്കരേക്ക് കൊണ്ടുവരാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന കാളയെ സിംഹരാജന് പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാം. നീ ആള് കൊള്ളാവല്ലോടാ കുറുക്കച്ച. എങ്കിൽ നാളെ തന്നെ ഒരു കാളയെ നീ സൂത്രത്തിൽ ഇക്കരയ്ക്ക് കൊണ്ടുപോവാ. അതൊക്കെ കൊണ്ടുവരാം. പക്ഷേ കിട്ടിയതിന്റെ പകുതി സിംഹരാജൻ എനിക്ക് തരണം. അതെ, എനിക്ക് കിട്ടിയത് ഞാൻ ആരുമായും പങ്കിടാറില്ല. ഞാൻ തിന്ന ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിനക്കെടുക്കാം. ശരി സിംഹരാജൻ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം. അല്ലെങ്കിൽ വേണ്ട, കിട്ടുന്നതിൽ പകുതി നിനക്കും തരാം. അങ്ങനെ വഴിക്ക് വാ. ശരി, നാളെ ഒരുത്തനെ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ കള്ളക്കുറുക്കൻ ആ കാളകളെ കൊലയ്ക്ക് കൊടുക്കും.
എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, പക്ഷേ നിനക്കെന്ത് വേണമെന്ന് എനിക്കറിയാം. ഈ പുഴയുടെ അക്കരെ നിൽക്കുന്ന പച്ചപ്പുല്ലിലാണ് നിന്റെ കണ്ണെന്ന് എനിക്കറിയാം. പക്ഷേ സിംഹരാജാവ് നിങ്ങളെ ആ പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. നിനക്ക് ആ പുല്ല് തിന്നണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഇവനെ വീഴ്ത്താൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് രഹസ്യമായിരിക്കണം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ തനിയേ വരണം. വരാം, പക്ഷേ സിംഹരാജൻ എന്നെ കണ്ടാലോ? അതല്ലേ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോ സിംഹരാജൻ ഉറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് വന്നാൽ നിനക്ക് പുല്ല് തിന്നാം. അതിനിടയിലെങ്ങാനും സിംഹരാജൻ ഉണർന്നാൽ ഞാൻ ഉറക്കെ ഓരിയിടും. അപ്പോ നീ പുഴയിലേക്ക് ചാടി നീന്തി അങ്ങ് രക്ഷപ്പെടണം. തിന്നാൻ കൊതിയാകുന്നല്ലേ? വേഗം പോയി വയറ് നിറച്ച് തിന്നോ. ഞാൻ സിംഹരാജൻ ഉണരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാം. ഈ സമയം സിംഹരാജൻ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് മരക്കൊമ്പിൽ അണ്ണാരക്കണ്ണനും ആ കുറുക്കൻ ഒരു കാളയെ കുരുക്കി. ഇന്ന് സിംഹം അവനെ പിടിച്ച് തിന്നും. എത്രയും പെട്ടെന്ന് ഈ കാളയുടെ കൂട്ടുകാരെ വിവരം അറിയിക്കണം. കൂട്ടരെ ഓടിവാ, നിങ്ങളുടെ കൂട്ടുകാരൻ ആ സിംഹത്തിന്റെ മുന്നിൽ പെട്ടു. ആ കള്ളക്കുറുക്കൻ അവനെ ചതിച്ചു. അപ്പൊ ചിമ്പു നമ്മുടെ കൂടെ വന്നില്ലേ? വേഗം വാ, നമുക്കവനെ രക്ഷിക്കാം. അയ്യോ, കുറുക്കൻ ചതിച്ചല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടും? അയ്യോ സിംഹരാജാവേ, അതാ അവന്മാർ വന്നു. ഇനി രക്ഷയില്ല, ഓടിക്കോ. എന്നോട് ക്ഷമിക്കണം, ആ കുറുക്കൻ എന്നെ പറ്റിച്ചതാണ്. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. വേണ്ട വേണ്ട, ഇനി നിങ്ങൾ തമ്മിലൊരു യുദ്ധം വേണ്ട. എന്തായാലും ചിമ്പു രക്ഷപ്പെട്ടല്ലോ. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള നിങ്ങളുടെ ശക്തിയാണ് യഥാർത്ഥ ശക്തി. മതി മതി മതി. എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ, എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ, അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവോ കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു? അല്ല,
രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. ഓ ആ കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചോ. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ ഫാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കേ, അതിനും വഴിയുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്. ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം. ആ മരുന്തേ 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 ലാടമരുന്തേ കോഴിമരുന്തേ നാട്ടുമരുന്തേ നീട്ടുമരുന്തേ പച്ചമരുന്തേ മരുന്തേ നല്ല മരുന്തേ. മരുന്ന് വേണോ? മരുന്ന്. ആ ലാടവൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാടമരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴിവസന്ത, കോഴികുറുകൽ, ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞമരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന്, ഇങ്ങനെ പല തരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്. അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്. ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത്? പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ, കോഴികളെക്കാൾ വലുതോ? ഓ, ചിലപ്പോ വല്ല വാത്തയോ യമോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുരകേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ.
നീയൊക്കെ എന്റെ കൂട്ടിൽ കയറി കളിക്കാറായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ കുഞ്ഞിക്കാട് സുന്ദരമായ ഒരു കാട്ടുപ്രദേശമായിരുന്നു. ചെറിയ മലകളും പുഴകളും നിറഞ്ഞൊരു കാട്. ചെറിയ കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായി അവിടെ ജീവിച്ചു. എന്നാൽ കിട്ടുകുരങ്ങൻ മാത്രം അവസരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും ഓരോരോ കൗശലങ്ങൾ ഒപ്പിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ, ഉറക്കവും പോയി. ഇനി എന്ത് ചെയ്യും? ഓ, വിശപ്പും തുടങ്ങി. ആരെങ്കിലും ഒക്കെ പറ്റിച്ച് മേലനങ്ങാതെ ഭക്ഷണം തരപ്പെടുത്തണം. വീണ കിട്ടുവിന്റെ കാലിൽ ഒരു മുള്ളു കുത്തിക്കയറി. അയ്യോ അയ്യോ, എന്റെ കാല്. ജാട പച്ചയായ ജാട പുച്ചമാണ് പോട. കിട്ടു കൊള്ളാലോ, രാവിലെ തന്നെ നീ തലയും കുത്തി വീണോ? മിക്കുവിന്റെ ആ ചോദ്യവും ചിരിയും കിട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവന് അങ്ങനെ വിട്ടാ പറ്റില്ല, പണി അവന് തന്നെ കൊടുക്കാം. ഒന്നും പറയണ്ട മിക്കു, വീണത് മാത്രമോ, ദാ കണ്ടോ, ഒരു വലിയ മുള്ള് എന്റെ കാലി തറച്ചു. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. കിട്ടുവിന്റെ കിടപ്പ് കണ്ട് മിക്കുവിന് പാവം തോന്നി. പോട്ടെ, സാരമില്ല കിട്ടു, ഈ മുള്ള് ഞാൻ എടുത്തു തരാം. മിക്കു പതുക്കെ എടുക്കണേ. ഞാൻ ചെറിയൊരു ഡോക്ടറാണ് കിട്ടു, ഇതിപ്പോ ശരിയാക്കി തരാം. ഡോക്ടർ പോലും, നിന്റെ പണി ഇന്ന് ഞാൻ പൂട്ടിക്കുമടാ. മോനെ, നീ ഹാപ്പി അല്ലേ? ഇവന്റെ കാലിൽ കൊണ്ട മുള്ളു പോയില്ലേ? ഇനിയും ഉണ്ടോ? കാലീന്ന് വിടടാ, എനിക്കെന്റെ മുള്ളുതാ. മുള്ളോ? അതല്ലേ എടുത്ത് കളഞ്ഞത്. അതൊരു വെറും മുള്ളല്ല, നല്ല വിലയുള്ള മുള്ളാണ്. ഞാൻ ആ മുള്ള ഇവിടെ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ അതെന്റെ കാലി കുത്തി കേറിയത്. അത് ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞല്ലോ, അതിനെ കിട്ടില്ല. നീ എനിക്കത് തന്നില്ലെങ്കിൽ സിംഹരാജാവിന്റെ അടുത്ത് പോയി ഞാൻ പരാതി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ രാജാവൻ എന്നെ നോട്ടം ഇട്ടിരിക്കുക. അയ്യോ കിട്ടു, വേണ്ട വേണ്ട, ഞാൻ വേറെ എന്ത് വേണേലും തരാം. വേറെ എന്ത് വേണേലും തരുമോ? എന്ന് വെച്ചാൽ നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നല്ല ക്യാരറ്റ് തരാം. തൽക്കാലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്നെ ഇവിടെ നിന്ന് ഒന്ന് പൊക്കിയെടുക്ക്. അങ്ങനെ മിക്കു കിട്ടുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് നടന്നു. ഈ രണ്ടെണ്ണം കൊണ്ട് എന്താവാൻ? എന്റെ കാലിലെ വേദന കാരണം ഇന്നിനി പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ല. എന്റെ വിശപ്പടക്കം ഇത് പോരാ. മിക്കു കൊടുത്ത ക്യാരറ്റുമായി കിട്ടു നടന്നു നീങ്ങി. കാലത്ത് തന്നെ ഒരുത്തനെ പറ്റിച്ച ഫുഡും കിട്ടി. അടിപൊളി, ഇതൊരു പതിവാക്കാം. കിട്ടു, രാവിലെ തന്നെ ഈ ക്യാരറ്റും കൊണ്ട് എങ്ങോട്ടാണ്? ദാ വന്നല്ല, തേടിയ വള്ളി കാലി ചുറ്റി. അടുത്ത പണി എവന് തന്നെ കൊടുക്കാം. കരടിച്ചേട്ടാ, സുഖാണോ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യാമോ? പിന്നെന്താ, കിട്ടുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മൾ പണ്ടേ കൂട്ടുകാരല്ലേ. ഈ ക്യാരറ്റ് മുഴുവൻ തിന്നണോ? തിന്നാം.
ഏയ് അത് വേണ്ട. ഈ ക്യാരറ്റ് കൊണ്ടുപോയി ചേട്ടന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്ക്. ഇത് ഇപ്പൊ കഴിക്കാൻ സമയമില്ല. എനിക്കൊരിടം വരെ പോകാനുണ്ട്. പോയി വന്നിട്ട് ഞാൻ ഇതെടുത്തോളാം. അതിനെന്താ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. കിട്ടു, പോയിട്ട് വാ. ഇന്ന് ഇതിൽ നിറച്ച് തേൻ കൊണ്ടുവരണം. ചെല്ല് ചെല്ല്, കുടം നിറച്ച് തേൻ കൊണ്ടുവാ. പാണ്ഡൻ കരടി അവിടെ നിന്ന് പോയ തക്കത്തിന് മിട്ടു പാണ്ഡന്റെ വീട്ടിൽ കയറി ക്യാരറ്റ് മുഴുവൻ എടുത്തു കഴിച്ചു. ഇവിടെ ആരുമില്ലേ? പാണ്ഡനെ കണ്ടതും കിട്ടു ക്ഷീണം അഭിനയിച്ച് താഴെയിരുന്നു. ഓ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് കുറെ നോക്കി നടന്നു. ഒന്നും കിട്ടിയില്ല. എന്തൊരു ക്ഷീണം. ഓ, സാരമില്ല. പാണ്ഡൻ ചേട്ടാ, ആ ക്യാരറ്റ് ഇങ്ങെടുത്തേ. അതേലും കഴിച്ച് വിശപ്പടക്കാം. അയ്യോ അയ്യോ, കിട്ടു, ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതാരോ കട്ടെടുത്തു. കാണുന്നില്ലേ? പാണ്ഡൻ ചേട്ടാ, നീ തന്നെ അല്ലേ അതെടുത്ത് ചാപ്പിട്ടത്? കിട്ടു, കള്ളത്തരം പറയരുത്. നിന്റെ ക്യാരറ്റ് എനിക്കെന്തിനാ? എങ്കിൽ പിന്നെ അതെവിടെ? ഞാൻ ഇതിപ്പോ പോയി സിംഹരാജാവിനോട് പറയും. കിട്ടു, നീ ഒന്ന് അടങ്ങ്. സിംഹരാജാവിന്റെ അടുത്തേക്കൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ വിശപ്പല്ലേ പ്രശ്നം. അത് ഞാൻ മാറ്റിത്തരാം. ഗുഹയ്ക്കകത്തേക്ക് പോയ പാണ്ഡൻ ഒരു കുടവുമായി പുറത്തേക്ക് വന്നു. ദാ, നല്ല ഒന്നാം തരം തേനാണ്. ഇത് കുടിച്ചാ നിന്റെ എല്ലാ ക്ഷീണവും മാറും. ഈ ചെറിയ പാത്രത്തിൽ കുടിച്ചാലൊന്നും എന്റെ വിശപ്പ് മാറില്ല. തൽക്കാലം ഇത് മതി. കരടിയം പറ്റിച്ച് മുയലിനെയും പറ്റിച്ച് വയറും നിറഞ്ഞ് ഹാലസ. ഇതെന്താ ഇവൻ ഞൊണ്ടി നടക്കുന്നത്? ഒരു കുടവുമുണ്ടല്ലോ. ഇവൻ പണ്ടേ ആള് ശരിയല്ല. എന്തായാലും ഒന്ന് ചോദിച്ചു കളയാം. ഹലോ കിട്ടോ, ആ കുടത്തിലെന്താ? എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കുറുക്കച്ച. ഇത് കുറച്ച് തേനാണ്. എനിക്കാണേൽ കാലിന് മുള്ളും കുത്തിയിട്ട് ഭയങ്കര വേദന. ഇതൊന്ന് നിന്റെ വീട്ടിൽ വെക്കാമോ? ഞാൻ നാളെ രാവിലെ തന്നെ വന്നെടുത്തോളാം. ഓ, അത് ശരി. കുറുക്കൻ കിട്ടുവിന്റെ കയ്യിൽ നിന്ന് തേൻകുടം വാങ്ങി തന്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കിട്ടു, നിന്റെ കുടം ആരും എടുക്കാതിരിക്കാൻ ഞാനൊരു പെട്ടിയിൽ വെച്ച് പൂട്ടി. താക്കോല് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാലോ? അതുകൊണ്ട് നീ പെട്ടി പൂട്ടണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ കിട്ടുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കുറുക്കന് കാര്യം പിടികിട്ടി. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാകില്ല. ശരി. കിട്ടു പോയുടൻ കുറുക്കൻ ആ തേൻ മുഴുവൻ കുടിച്ചു തീർത്തു. എന്നിട്ട് കുടത്തിനുള്ളിലേക്ക് ഒരു ഞണ്ടിനെ ഇട്ടു. അത് ആ പെട്ടിക്കുള്ളിൽ വച്ചു. എന്നിട്ടവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ അയ്യോ, അയ്യോ അയ്യോ,
കിട്ടു, നീ ഈ ചതി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നീ പാവപ്പെട്ട മൃഗങ്ങളെ ഇനിയും ഉപദ്രവിക്കും. ഞണ്ടിന്റെ കടിയേറ്റ കിട്ടുകുരങ്ങൻ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. കുഞ്ഞിക്കുട്ട, എങ്ങോട്ടാ ഈ കൊത്തി തിന്ന് കേറി പോണത്? കൂട്ടം വിട്ട് പോവല്ലേ? കൂട്ടം വിട്ട് പോയാലെന്താ, എല്ലാവരുടെയും കൺവെട്ടത്തു തന്നെ ഞാനുണ്ടല്ലോ. ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ 4 വശത്ത് നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത്. ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു ഞങ്ങൾക്ക് ബോറടിച്ചു. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകളാ. റാഞ്ചി കൊണ്ടുപോകാൻ ശത്രുക്കളെ തക്കാൻ പാർത്തിരിക്കുക. നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും ചിക്കിച്ചികഞ്ഞ് നടക്കാലോ. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മൈതാനത്തിൽ പോയി കളിക്കണം. അത് നടക്കില്ല മക്കളെ. ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. പോവും, നമ്മൾ മൈതാനത്ത് പോവും. അമ്മമാരെ കൂടെ വരണ്ട. മക്കളെ പോകല്ലേ, നിൽക്ക്. അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ. അല്ല പിന്നെ മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, ഓർത്തോ. സാരമില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം. കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ പരുന്ത് ഈ കുഞ്ഞുങ്ങളെ... ഇതിനെല്ലാം കാരണം അനുസരണയില്ലാത്ത ഇവരാ. അമ്മമാരെപ്പോഴും ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്നാ പരാതി. ആ, പിള്ളേരെല്ലാം ഇങ്ങ് വന്നേ. അമ്മമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? യവനാ പറഞ്ഞത്. ഏയ്, ഞാനൊന്നുമല്ല, അവനാ പറഞ്ഞത്. മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞങ്ങൾ അമ്മമാരെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാഞ്ചിയെടുത്ത് പറന്നേനെ. കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ. സന്തോഷിക്കാനോ? ആ തടിയൻ പൂവൻ കോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഈ തലയാണ് കൊത്തിപ്പൊളിച്ചത്. ഹോ, വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ കൂമനാശാനേ. ആ കോഴികളുടെ ശക്തി കരുത്തരായ ആ 2 പൂവൻകോഴികളാണ്. അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല. ഹോ, എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ. പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആ പൂവൻകോഴികളെ തമ്മിൽ തല്ലിച്ച് അകറ്റിയെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ആശാനെ, അവരെ തമ്മിത്തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടല്ലോ. എല്ലാം ഈ കൂമനാശാൻ നിനക്ക് പറഞ്ഞു തരാം. പരുന്ത്, നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ? മതിയായേ. നിങ്ങൾ 2 ആളും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്നെ മര്യാദക്കാരനാക്കിയത്. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചാ നിനക്ക് കൊള്ളാം. നിങ്ങൾ 2 പേരിൽ
ആരാണ് നേതാവ്? നേതാവോ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും. ഏറ്റവും ശക്തനായ ഒരു നേതാവ്. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ്. ഇനി പറ, നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കരുത്ത്? ഏറ്റവും കരുത്ത് അങ്കവാലൻ മാമനാണ്. അല്ല, ഏറ്റവും കരുത്ത് തങ്കവാളൻ മാമനാണ്. ഞങ്ങൾ ഒരേപോലെ ശക്തരാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും. നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്തനാരാണെന്ന് നിങ്ങൾ തന്നെ പറ. ഏറ്റവും കരുത്തൻ ഞാനാണ്. നീയോ? വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കാം, അപ്പോൾ അറിയാം ആർക്കാണ് ശക്തിയെന്ന്. എന്നാൽ അതൊന്നും അറിയണമല്ലോ. അങ്ങനെ അങ്ങനെ കൊതിച്ചു പൊങ്ങി ഇവിടെ പറന്നു നിന്ന് പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂവൻകോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൊത്തി 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 കീറി. ആദ്യം ചാവാറായ ഈ അങ്കവാലനെ തന്നെ കൊണ്ടുപോകാം. എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത്. ആ കൂമനാശാന്റെ ബുദ്ധി അപാരം തന്നെ.